പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 ഏകജാലക പ്രവേശനത്തിന്റെ തേർഡ് അലോട്ട്മെന്റിന് ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇപ്പം 3-ാം അലോട്ട്മെന്റിന് ശേഷം പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷൻ, സ്കൂളുകളിൽ പോയി ഹാജരാവാൻ, പ്രവേശനം എടുക്കേണ്ട ഡേറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തീർച്ചയായും ലൈക്കും കൂടി ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിയുന്ന വാർത്തയെടുക്കാം. +1 ഏകജാലക പ്രവേശനത്തിന്റെ തേർഡ് അലോട്ട്മെന്റിന് ശേഷം തേർഡ് അലോട്ട്മെന്റിന് ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ ഇൻസ്ട്രക്ഷൻസ് ആണ്. അഡ്മിഷൻ, പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷൻ, അലോട്ട്മെന്റ് കിട്ടിയവരെന്ത് ചെയ്യണം, കിട്ടാത്തവരെന്ത് ചെയ്യണം എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും നമുക്ക് പറയാം. നമുക്ക് തുടങ്ങാം അല്ലേ. പത്രക്കുറിപ്പ്. +1 3-ാം അലോട്ട്മെന്റ് പ്രവേശനം 2026 ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ. ആദ്യം തന്നെ പറയുന്നത് ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ. ജൂൺ 29 തിങ്കളാഴ്ച മുതൽ ജൂലൈ 3 വരെയാണ് എന്ത് ചെയ്യേണ്ടത്, പ്രവേശനത്തിന് ഹാജരാവേണ്ടത്. നമുക്ക് നോക്കാം. +1 പ്രവേശനത്തിന്റെ മെറിറ്റ് കോട്ടയുടെ മുഖ്യഘട്ടത്തിലെ 3-ാമത്തതും അവസാനത്തതുമായ അലോട്ട്മെന്റ് റിസൾട്ട് 2026 ജൂൺ 29 രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാവും വിധം പ്രസിദ്ധീകരിക്കും. ഓൾറെഡി പ്രസിദ്ധീകരിച്ചു. ഇനി പ്രസിദ്ധീകരിക്കും എന്നുള്ളത് അത് അവിടെ ഒന്നും പറയാനില്ല. പ്രവേശനം 2026 ജൂൺ 29 രാവിലെ 11 മണി മുതൽ ജൂലൈ 3 വൈകിട്ട് 5 മണി വരെ നടക്കുന്നതാണ്. 2026 ജൂൺ 29 രാവിലെ 11 മണി മുതൽ ജൂലൈ 3 വൈകിട്ട് 5 മണി വരെ നടക്കുന്നതാണ് പ്രവേശനം. ഒന്നുകൂടെ പറയാം. പ്രവേശനം ജൂൺ 29 രാവിലെ 11 മണി മുതൽ ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം നടക്കുക. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെ നടക്കും. അലോട്ട്മെന്റ് വിവരങ്ങൾ അഡ്മിഷൻ വെബ്സൈറ്റായ hscap.kerala.go.in എന്ന വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിലെ തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട്സ് എന്ന ലിങ്കിലൂടെ ലഭിക്കും. അപ്പോൾ നിങ്ങൾ റിസൾട്ട് എന്ന ലിങ്കിലൂടെ ലഭിക്കും. അലോട്ട്മെന്റ് ലഭിച്ചവർ കാറ്റഗറി ലോഗിലെ തേർഡ് അലോട്ട് റിസൾട്ട്സ് എന്ന ലിങ്കിൽ നിന്നും ലഭിക്കുന്ന അലോട്ട്മെന്റ് ലെറ്ററിൽ പ്രതിപാദിച്ചിരിക്കുന്ന അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ രക്ഷകർത്താവിനൊപ്പം പ്രവേശനത്തിനായി ആവശ്യമുള്ള രേഖകളുടെ അസൽ സഹിതം ഹാജരാവണം. നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ സ്കൂളിൽ പ്രവേശനത്തിനായിട്ട് രക്ഷകർത്താവിനൊപ്പം ഹാജരാവണം. വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിന് ആവശ്യമുള്ള അലോട്ട്മെന്റ് ലെറ്റർ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ നിന്നും പ്രിന്റ് എടുത്ത് അഡ്മിഷൻ സമയത്ത് നൽകുന്നതാണ്. 1-2 അലോട്ട്മെന്റുകളിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ അലോട്ട്മെന്റിൽ ഉയർന്ന ഓപ്ഷനുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ അലോട്ട്മെന്റ് ലെറ്റർ ആവശ്യമില്ല. ലഭിച്ചിട്ടില്ലെങ്കിൽ പുതിയ അലോട്ട്മെന്റ് ലെറ്റർ ആവശ്യമില്ല. അത് നിങ്ങൾക്ക് 1-2 അലോട്ട്മെന്റുകളിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ ഉയർന്ന അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ പുതിയ അലോട്ട്മെന്റ് ലെറ്റർ ആവശ്യമില്ല. നിങ്ങൾക്ക് അതേ സ്കൂൾ തന്നെയാണ്, 1-2 ലഭിച്ച അതേ സ്കൂൾ തന്നെയാണ് 3-ാമത്തെ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ പഴയ അലോട്ട്മെന്റ് ലെറ്റർ മതിയാകും. താൽക്കാലിക പ്രവേശനത്തിനുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ഉണ്ടായിരിക്കുന്നതല്ല. പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷന്റെ കാര്യമാണ്. താൽക്കാലിക പ്രവേശനത്തിനുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ഉണ്ടായിരിക്കുന്നില്ല. അതായത് ഇനി ടെമ്പററി അഡ്മിഷൻ ഇല്ല എന്നർത്ഥം. ഇനി ഒള്ളി പെർമനന്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. അത് കിട്ടിയ സ്കൂളിൽ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഇഷ്ടമുള്ള സ്കൂളായാലും ഇഷ്ടമല്ലാത്ത സ്കൂളായാലും ഇഷ്ടമുള്ള കോഴ്സായാലും ഇഷ്ടമല്ലാത്ത കോഴ്സായാലും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. അതുകൊണ്ട് തന്നെ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം സർക്കുലർ പിന്നെ വരുന്നതേ ഉള്ളൂ. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാതിരിക്കുന്ന വിദ്യാർത്ഥികളെ തുടർന്നുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും നിങ്ങൾ പ്രവേശനം നേടിയിട്ടില്ല എങ്കിൽ തുടർന്നുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ നിങ്ങളെ പരിഗണിക്കില്ല. അത് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി നേടണം. എനിക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളല്ലേ, ഇഷ്ടമില്ലാത്ത കോഴ്സല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പുതിയ അപേക്ഷ വെക്കാം എന്ന് കരുതിയാൽ അത് പറ്റില്ല. സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ചാൻസ് ഇല്ല. വിദ്യാർത്ഥികൾക്ക് തങ്ങൾ അപേക്ഷിച്ച ഓരോ സ്കൂളിലെയും കാറ്റഗറി തിരിച്ചുള്ള അവസാന റാങ്ക് വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളെല്ലാം രക്ഷകർത്താവിനൊപ്പം 2026
ജൂലൈ 3 വൈകിട്ട് 5 മണിക്ക് മുമ്പായി സ്കൂളിൽ പ്രവേശനത്തിന് ഹാജരാകണം. നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും രക്ഷകർത്താവിനൊപ്പം 2026 ജൂലൈ 3 വൈകിട്ട് 5 മണിക്ക് മുമ്പായി സ്കൂളിൽ പ്രവേശനത്തിന് ഹാജരാവേണ്ടതാണ്. സ്പോർട്സ് കോട്ട മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെൻറ്റും ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അത് സ്പോർട്സ് കോട്ടയിലെ മെയിൻ അലോട്ട്മെൻറ്റുകളിൽ അവസാന അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. അത് 2026 ജൂൺ 29 രാവിലെ 11 മണി മുതൽ ജൂലൈ 2 വൈകിട്ട് 4 മണി വരെയാണ് അഡ്മിഷൻ നടക്കുക. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളുടെ കീഴിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിലെ 3-ാം അലോട്ട്മെന്റും അവസാനത്തുമായ അലോട്ട്മെന്റ് റിസൾട്ടും ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിന്റെ പ്രവേശനവും 2026 ജൂൺ 29 മുതൽ രാവിലെ 11 മണി മുതൽ ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ്. മെറിറ്റ് കോട്ടയിലെ 3-ാം അലോട്ട്മെന്റിനോടൊപ്പം സ്പോർട്സ് കോട്ട 2-ാം അലോട്ട്മെന്റ് പ്രകാരമുള്ള അഡ്മിഷൻ, മറ്റ് കോട്ടകളിലെ അഡ്മിഷൻ എന്നിവയും നടക്കുന്നതിനാൽ ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത നേടുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇപ്പം ചില വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് കോട്ട, സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, അൺഎയ്ഡഡ് കോട്ട, മാനേജ്മെന്റ് കോട്ടയിലെല്ലാം കിട്ടും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? എല്ലാത്തിലും എടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒന്ന് ചൂസ് ചെയ്യണം. പ്രവേശന നടപടികൾ ഓരോ കാലയളവിലും നടക്കുന്നതിനാൽ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയാൽ മറ്റൊരു കോട്ടയിലേക്ക് മാറാൻ കഴിയില്ല. ഓക്കെ, ഇപ്പം നിങ്ങളിപ്പം മാനേജ്മെന്റ് കോട്ടയിൽ പെർമിഷൻ നേടിയാൽ നിങ്ങൾക്ക് മെറിറ്റിലേക്ക് മാറാൻ കഴിയില്ല. അതേപോലെ മെറിറ്റിൽ നിങ്ങൾ പ്രവേശനം നേടിയാൽ മാനേജ്മെന്റ് കോട്ടയിലേക്ക് മാറാൻ കഴിയില്ല. അതും കൂടി ഓർക്കണം. ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പുതിയ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ട്. മുഖ്യഘട്ടത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയത് മൂലവും ഓപ്ഷനുകൾ നൽകാത്തതിനും അലോട്ട്മെന്റിൽ പരിഗണിക്കാത്ത അപേക്ഷകർക്കും സപ്ലിമെന്ററി ഘട്ടത്തിൽ പുതിയ അപേക്ഷകൾ, നിലവിലുള്ള അപേക്ഷകൾ പുതുക്കി സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ അപേക്ഷ തെറ്റായത് കാരണം, ഓപ്ഷനുകൾ നൽകാത്ത കാരണം, എന്തെങ്കിലും കാരണം വെച്ചാൽ പരിഗണിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പുതുക്കാവുന്നതാണ്. മുഖ്യഘട്ടത്തിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ പ്രസിദ്ധീകരിക്കുന്ന ഒഴിവുകളിലേക്ക് പരിഗണിക്കുന്നതിനായി അപേക്ഷ പുതുക്കി നൽകാം. നിങ്ങൾക്ക് 1, 2, 3 അലോട്ട്മെന്റുകളിൽ പ്രവേശനം ലഭിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് അപേക്ഷ പുതുക്കി നൽകാം. മുഖ്യഘട്ടത്തിൽ അലോട്ട്മെന്റിൽ ലഭിച്ചിട്ടും തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ പ്രവേശനം നിരാകരിക്കപ്പെട്ടവർക്ക് ഈ അവസരത്തിൽ തെറ്റുകൾ തിരുത്തി പുതിയ അപേക്ഷ പുതുക്കി നൽകാം. നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ കാരണം നിങ്ങൾക്ക് പ്രവേശനം നേടിയിട്ടും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപേക്ഷ പുതുക്കി നൽകുന്നതിനുള്ള അവസരമുണ്ട്. പേടിക്കണ്ട. തുടർന്ന് സമർപ്പിക്കാവുന്നതാണ്, പുതുക്കി സമർപ്പിക്കുന്നതാണ്. തുടർന്നുള്ള അലോട്ട്മെന്റുകളിലെ വേക്കൻസിയും നോട്ടിഫിക്കേഷനും മുഖ്യഘട്ട പ്രവേശന സമയപരിധിക്ക് ശേഷം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. മുഖ്യഘട്ട അലോട്ട്മെന്റിന് ശേഷം അടുത്ത അലോട്ട്മെന്റ് വിവരങ്ങൾ പബ്ലിഷ് ചെയ്യും. അപ്പോൾ പുതിയ കാണുന്ന മിസ്കൃത ഫോൺ സബ്സ്ക്രൈബ് ഫോർ കരിയർ ഗൈഡ്. താങ്ക് ഫോർ വാച്ചിങ്.